ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ജനുവരി 4-ാം തീയതി. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ തൻ്റെ തന്നെ ദൈവവിളിയെ സംബന്ധിക്കുന്ന സന്ദർഭം സുവിശേഷത്തിൽ കുറിച്ച് വച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്. സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ 2 പേർ, യോഹന്നാനും അന്ത്രയോസും, വഴിയരികിൽ നിൽക്കുമ്പോൾ അതുവഴി കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് സ്നാപകൻ പരിചയപ്പെടുത്തുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. കേട്ട മാത്രയിൽ അവൻ്റെ പിന്നാലെ നടന്നു തുടങ്ങിയ ശിഷ്യന്മാരെ തിരിഞ്ഞു നോക്കിയ യേശു ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്നതാണ്. ഗുരു, അങ്ങ് എവിടെയാണ് താമസിക്കുന്നതെന്ന് അവർ തിരിച്ചു ചോദിക്കുമ്പോൾ, വന്ന് കാണുക എന്ന് യേശു പറയുകയും ചെന്ന് കണ്ട് അവനോടൊപ്പം വസിക്കുകയും ചെയ്ത ശിഷ്യന്മാർ ആ അനുഭവത്തെ വിലമതിക്കുകയും യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ ഒരു വരി കൊണ്ടതിനെ മനോഹരമായി കുറിച്ചു വയ്ക്കുകയും ചെയ്തു. ആ കുറിപ്പ് ഇപ്രകാരമാണ്: അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂർ ആയിരുന്നു. മരണത്തോളം മറക്കാനാവാത്ത മനോഹരമായ മുഹൂർത്തമെന്നാണ് നമുക്ക് ഈ കുറിപ്പിൽ നിന്നും ആ സന്ദർഭത്തെ വായിച്ചെടുക്കാൻ സാധിക്കുക. 2 കാര്യങ്ങളാണ് ആ മുഹൂർത്തത്തെ മനോഹരമാക്കുന്നത്. അവർ ചെന്ന് കണ്ടു, അവനോടൊപ്പം വസിച്ചു എന്നത് ഒരു കാര്യമാണെങ്കിൽ, അതിനു മുൻപ് അവൻ വന്ന് കാണുക എന്ന് പറഞ്ഞ പരിഗണന 1-ാമത്തെ കാര്യമാണ്. അവനെന്നെ പരിഗണിച്ചു എന്നത് 1-ാമത്തെ കാര്യം. 2, ഞാൻ അവനോടൊത്ത് വസിച്ച് അവനെ അറിഞ്ഞു എന്നത്. 2 കാര്യങ്ങളാണ്. ഈ 2 തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവൻ്റെ പിന്നാലെ അലയുമ്പോൾ അവൻ തിരിഞ്ഞു നിന്നിട്ട്, നീ എന്താ അന്വേഷിക്കുന്നത് എന്ന് അവൻ എന്നെ പരിഗണിക്കുന്നു. ദൈവത്തിൻ്റെ ആ പരിഗണന നമ്മളുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവൻ്റെ പിന്നാലെ അലയുമ്പോൾ അവൻ തിരിഞ്ഞു നിന്നവൻ്റെ ആ ഒരു ചോദ്യം നമ്മളെ നോക്കി ചോദിക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. നീ എന്താ അന്വേഷിക്കുന്നത്, പറ, ഞാൻ തരാം. 2-ാമത്തേത്, ചെന്ന് അവൻ വസിക്കുന്നിടം കണ്ടു, അവനോടൊപ്പം വസിച്ചു, അവനെ ഞാൻ അറിഞ്ഞു തുടങ്ങി. വേദഗ്രന്ഥത്തിലൂടെ, നല്ല ആത്മീയ ഗുരുക്കന്മാരിലൂടെ, മനോഹരമായ പ്രഭാഷണങ്ങളിലൂടെ, തിരിച്ചറിവിൻ്റെ സന്ദർഭങ്ങളിലൂടെ, മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അനുഭവങ്ങളിലൂടെ, ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ വഴികളിൽ അവനെ ഞാൻ അറിഞ്ഞു തുടങ്ങിയ, യേശുനാഥനെ അറിഞ്ഞു തുടങ്ങുന്ന ആ സന്ദർഭവും വളരെ മനോഹരമായ സന്ദർഭമാണ്. യേശുനാഥൻ എന്നെ പരിഗണിച്ചു, എൻ്റെ പ്രാർത്ഥന കൊണ്ട് ഞാൻ അവൻ്റെ പിന്നാലെ അലഞ്ഞപ്പോൾ നീ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ പരിഗണിച്ചു എന്ന് പറയപ്പെടുന്ന സന്ദർഭവും, അവനോടൊത്ത് വസിക്കാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ മുതൽ അവനെ ഞാൻ അറിഞ്ഞു തുടങ്ങിയ സന്ദർഭവും. ഈ 2 സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലയാവർത്തി കടന്നു വരുന്നുണ്ട്. അങ്ങനെ കടന്നു വരുന്ന ഈ 2 സന്ദർഭങ്ങളെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഗുരുവിനെ ഗൗരവപൂർവ്വം പരിഗണിച്ചു തുടങ്ങിയ ഒരു ശിഷ്യനും ഈ 2 മനോഹര മുഹൂർത്തങ്ങളെ വിട്ടുകളഞ്ഞിട്ട് അല്ലെങ്കിൽ മറന്നു കളഞ്ഞിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. ഈ 2 സന്ദർഭങ്ങളോട് നന്ദിയുള്ളവരായി മാറി ആ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ പിന്നാലെ പോവുക എന്നതാണ് പിന്നെ ശിഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഒറ്റ കാര്യം. നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കാം. ഈ മനോഹരമായ 2 മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അവൻ എന്നെ പരിഗണിച്ചു എന്നെനിക്ക് ബോധ്യമുണ്ടായ നിമിഷം, ഞാൻ അവനോടൊത്ത് വസിക്കാൻ തുടങ്ങിയിട്ട് അവനെ അറിഞ്ഞു തുടങ്ങി എന്ന് പറയപ്പെടുന്ന നിമിഷം. ഈ 2 വിലയേറിയ അല്ലെങ്കിൽ മൂല്യമേറിയ മനോഹര മുഹൂർത്തങ്ങളെ നമുക്ക് എണ്ണിയെടുക്കാം, അല്ലെങ്കിൽ തിരിച്ചറിയാം. എന്നിട്ട് ആ കുഞ്ഞാടിൻ്റെ പിന്നാലെ അവനൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.